പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്നൽ ഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒരു 3 മിനിറ്റ് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ പേര് അബ്ദുസത്താർ. നമുക്കറിയാം, റബ്ബ് എന്ന വാക്കിന് അറബ് ഭാഷയിൽ പരിപാലിക്കുന്നവൻ, പോറ്റി വളർത്തുന്നവൻ, രക്ഷിക്കുന്നവൻ എന്നൊക്കെ. നമ്മെ ഒന്നുമില്ലായ്മയിൽ നിന്ന് അള്ളാഹു സൃഷ്ടിക്കുകയും എന്നിട്ട് പടിപടിയായി ഗർഭാശയത്തിൽ വെച്ചും ശേഷം ഭൂമിയിൽ വെച്ചും അവനെ പടിപടിയായി വളർത്തിക്കൊണ്ടിരും. വായു, വെള്ളം, ഭക്ഷണം, വസ്ത്രം മുതലായവ സമയാനുസൃതം നൽകിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വരികയും ചെയ്ത റബ്ബ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനോട് പ്രതിജ്ഞയെടുപ്പിക്കുന്നുണ്ട്. 17 തവണ നിർബന്ധമായും സൂറത്തുൽ ഫാത്തിഹയിൽ കൂടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് സർവസ്തുതിയും. ആ റബ്ബിനോട് മാത്രമായിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത് എന്നും ആ റബ്ബിനെ മാത്രമേ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിൽ കൂടി നമ്മെ ഉണർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ റബ്ബ് അള്ളയാണ് എന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം എല്ലാ സർവ്വസമയത്തും നമ്മൾ അള്ളാഹുവിന് വേണ്ടി ദിക്റുകൾ അൽഹംദുലില്ലാഹ് എന്ന് ഉരുവിടുകയും ചെയ്യുന്നു. അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കഴിവുകൊണ്ടൊന്നുമല്ല നാം ജീവിച്ചു വരുന്നത്. നമ്മുടെ ഓരോ മിനിറ്റുകളുടെയും ഓരോ സെക്കൻഡുകളുടെയും ജീവിതം അള്ളാഹുവിന്റെ ഹിതപ്രകാരം വിധിയനുസരിച്ചുള്ള ഗമനമാണ്. ഓരോരുത്തരും അത് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ജീവിതം നയിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ സർവ്വസഹായങ്ങളും ആണ് നമ്മൾ സ്വീകരിച്ചു വരുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്ന പക്ഷം നമുക്ക് അവനെ പറ്റിയുള്ള ധാരണ, ഓർമ്മ എല്ലാ കർമ്മങ്ങളിലും ഉണ്ടായിത്തീരും. അത് മാത്രമാണ് നമ്മുടെ വിജയത്തിന് നിദാനമായിട്ടുള്ളത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ആയത്തുകളിലൊക്കെ തന്നെ വിവരിച്ചു തരുന്ന പ്രാർത്ഥനയിലൊക്കെ എല്ലാം തന്നെ റബ്ബന റബ്ബി ഗഫിർലി എന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളിലും എന്റെ റബ്ബ് അള്ളാഹു മാത്രമാണ് എന്നുള്ള ബോധം അവനെ സദാസമയം അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ ഈ ലോകത്തെ വിജയത്തിനും മറിച്ച് അതിനുശേഷം വരാനിരിക്കുന്ന ജീവിതത്തിലും ഉപയോഗപ്രദമാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമാർഗം സ്വീകരിക്കുന്ന കൂട്ടം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിനെ അംഗീകരിക്കുന്നതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.